എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹോർലിക്സ് പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹോർലിക്സിലെ പ്രിസർവേറ്റീവ്സും അതുപോലെ ഫ്ലേവറിനൊക്കെ ആയിട്ട് പലതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ അതൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ അതിൽ ചെറിയൊരു അളവിൽ കൊക്കോ പൗഡറും പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ഹോർലിക്സിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. കഴിയാവുന്നത് നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങി പൊടിപ്പിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കുകയായിരിക്കും നല്ലത്. ഇനി ഗോതമ്പ് പൊടി നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരമൊക്കെ വറുത്തെടുക്കണം. നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരണം. ആ ഒരു രീതിയിൽ വറുത്തെടുക്കണം. ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ മണമൊക്കെ നല്ലൊരു വറുത്ത മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് ബദാമാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം. ഈ ബദാമിൻ്റെ തൊലിയൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 4-5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ പുറമേയൊക്കെ ഒന്ന് കളർ മാറി വരാനായിട്ട് തുടങ്ങും. ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാനിവിടെ 1/4 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആവണം. പിന്നെ ഇത് തീരെ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൂടുതൽ അളവിലെടുക്കരുത്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് കപ്പലണ്ടി എടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ അത് കൂടുകയാണെങ്കിൽ നമ്മുടെ ഹോർലിക്സ് പൊടിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കപ്പലണ്ടിയുടെ ഫ്ലേവർ ആയിരിക്കും. ഇനി കപ്പലണ്ടിയും ബദാമൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കപ്പലണ്ടിയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട. കപ്പലണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നീട് നമുക്ക് ഗോതമ്പ് പൊടിയുടെ കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ബദാമും കപ്പലണ്ടിയും കൂടി ചേർക്കാം. ഈ ഒരു ഗോതമ്പ് പൊടിയുടെ കൂടെ പൊടിക്കുകയാണെങ്കിൽ ഇത് കട്ട കെട്ടാതെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. കണ്ടതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് പാൽപ്പൊടി എന്ന അളവിലാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇത് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ അധികം കട്ടകളൊന്നും ഉണ്ടാവില്ല. ബദാമും കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോർലിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഞാനിതൊരു ഗ്ലാസ് പാലിലൊന്ന് കലക്കി കാണിക്കാം. തരികളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്